സോ ഞാൻ ഇന്നും എൻ്റെ സെക്കൻഡ് വീഡിയോൻ്റെ ബുക്ക് റിവ്യൂവിൻ്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. സോ ഫസ്റ്റ് ബുക്ക് ഞാൻ ബുക്ക് വായിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ അമ്മ എനിക്ക് റെക്കമെൻഡ് ചെയ്ത ബുക്കാണ് സുധാ മൂർത്തിൻ്റെ ബുക്കുകൾ. എനിക്ക് ഈ ഓഥറിന് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഇപ്പോൾ വായിക്കാൻ പോകുന്ന ബുക്കിൻ്റെ റിവ്യൂ ദ മാജിക് ഡ്രം ആൻഡ് അതർ ഫേവറേറ്റ് സ്റ്റോറീസ്. സോ ഇതിൽ ഞാൻ എല്ലാ പാഠങ്ങളും വായിച്ചിട്ടുണ്ട്. രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഇത് ഫുൾ ബുക്ക് ഞാൻ ഇത്രയും വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ബുക്ക് റിവ്യൂ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലെല്ലാം ഉണ്ടാവും. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് ദ വൈസ് കിങ്. സോ ഇൻ ദ സിറ്റി ഓഫ് മാമന്തപുര ഒരു പണ്ടത്തെ ഒരു വർഷത്തിൽ ഒരു സിറ്റി മാമന്തപുര എന്ന് പറഞ്ഞ ഒരു സിറ്റി ഉണ്ടായിരുന്നു. സോ ഈ സിറ്റി ഭയങ്കര ഫേമസ് ആയിരുന്നു. ഈ സിറ്റിയിലായിരുന്നു വീര എന്ന് പറഞ്ഞൊരു ബുദ്ധിമാനായ ഒരു യങ് ചൈൽഡ് താമസിച്ചിരുന്നു. അപ്പോൾ ഇവൻ ഭയങ്കര അഡ്വഞ്ചറസ്, ഷിപ്പിനെ പറ്റി കൂടുതൽ പഠിക്കാനുള്ളൊരു തയ്യാറായ ഒരാളായിരുന്നു. അപ്പോൾ ഇവൻ 18 years ആയപ്പോൾ ഇവനൊരു ഷിപ്പ് പൈലറ്റ് ആയിരുന്നു. അപ്പം ഷിപ്പ് പൈലറ്റ് കുറവായതുകൊണ്ട് ഷിപ്പ് പൈലറ്റ് ആയ ഒരാൾക്ക് അത്രയും റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. ഒരു ദിവസം ഇവൻ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരു രാത്രിയായിരുന്നു. അപ്പം ഒരു മിന്നലടിച്ചിട്ട് ബോട്ടിന് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മിന്നലടിച്ചപ്പം ബോട്ട് തകർന്നു പോയി. അപ്പം ഇവൻ രാവിലെ എണീറ്റപ്പം ഏതോ ഒരു അൺയൂഷ്വൽ ഐലൻഡിലായിരുന്നു വന്നെത്തിയത്. അപ്പോൾ പെട്ടെന്ന് അവൻ സിറ്റീൻ്റെ സൈഡിലേക്ക് നടന്നു പോയപ്പം ഇവൻ ബാക്കോട്ട് നോക്കി അവൻ താമസിച്ചിരുന്ന സിറ്റീനെ കാണായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഹെൽപ്പ് വിളിക്കണമെന്ന് ഈ ഐലൻഡിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ അവൻ സ്ട്രെയിറ്റായി നടന്നു വന്നു. അപ്പോൾ എന്താ നടന്നതെന്ന് വെച്ചാൽ ഒരാൾ ഇവനെ മാലയിട്ടു. ഇവൻ എന്താണെന്നറിയില്ല. അപ്പോൾ ഇവൻ്റെ മുകളിലൊരു ക്രൗൺ വെച്ചു. അപ്പോൾ അവനോട് അവർ പറഞ്ഞു ഒരു ആനേൻ്റെ മുകളിൽ കയറിയിരിക്കാൻ. അപ്പോൾ അവൻ ഒരു ലാഡർ വെച്ചിട്ട് അവൻ്റെ ആനേൻ്റെ മുകളിൽ കയറിയിരുന്നു. അപ്പോൾ അവൻ്റെ തൊട്ട് അപ്പുറത്ത് ഒരു ഓൾഡ് മാൻ ഉണ്ടായിരുന്നു. അവൻ ഭയങ്കര സാഡായിരുന്നു, കരയായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ച് എന്താ ഇവിടെ നടക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു ഈ ഐലൻഡിലുള്ള ആൾക്കാർക്ക് ഇത്തിരി ഫണ്ണി റൂൾസ് ഉണ്ട്. ഈ ഫണ്ണി റൂൾസ് എന്താണെന്ന് വെച്ചാൽ ഇവർ തന്നെ ഇടയിൽ ഒരു കിങ്ങിനെ എടുത്താൽ അവൻ ഭയങ്കര പാർഷ്യലായിരിക്കും. അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ഒരാൾ ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ അവർ പിടിച്ച് കിങ് ആക്കണം. അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ റൂള്. അപ്പം അവന് ഇത്തിരിയും കൂടെ സന്തോഷം പിടിച്ചു. കാരണം എനിക്കിവിടെ കിങ്ങായി എനിക്ക് കുറേ പവർ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം പെട്ടെന്ന് ഇവൻ ഓൾഡ് മാനോട് ചോദിച്ചു പ്രീവിയസ് കിങ്ങിന് എന്താ പറ്റുക, എന്തായിരിക്കും? അപ്പോൾ പറഞ്ഞ് പ്രീവിയസ് കിങ് ഈ ഓൾഡ് മാൻ ആയിരുന്നു, ഞാനായിരുന്നു കിങ് നീ വരുന്നതിന് മുമ്പേ. അപ്പം ഞാൻ നിനക്ക് ഒരു ദിവസം തരാം റൂള് ഫുള്ളും പഠിക്കാൻ. പിന്നെ എന്നെ അവർ ഒരു ഡെസേർട്ടഡ് ഐലൻഡിലേക്ക്, വേറെ വന്യമൃഗങ്ങളുള്ള ഐലൻഡിലേക്ക് പോകും. സോ ഇപ്പോൾ പറയുന്നതുകൊണ്ട് വീരന് മനസ്സിലായി എന്തായിരിക്കും ഇതിന് വിഷമം. കാരണം അവൻ അങ്ങോട്ട് പോയാൽ അവൻ അറ്റാക്ക് കിട്ടുമല്ലോ വന്യമൃഗത്തിൻ്റെ ഇടയിൽ നിന്ന്. അപ്പോൾ അവൻ ഒരു കിങ് ആയിരുന്നു. അപ്പോൾ അവൻ നല്ല ജസ്റ്റിസ് കൂടിയ കൈൻഡ് ഹാർട്ടഡ് ഒരു കിങ് ആയിരുന്നു. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അവൻ ടെൻഷനായി. എന്തായിരിക്കും കാരണം? ഗസ് ചെയ്യാൻ പറ്റുമോ? കാരണം വേറൊരു പുതിയ ആൾ വന്നാൽ അവനെ ഡെസേർട്ടഡ് ഐലൻഡിലേക്ക് പിന്നെയും വിടൂലേ. അപ്പോൾ അവൻ വന്യമൃഗത്തിൻ്റെ അറ്റാക്ക് കിട്ടൂലേ. അപ്പോൾ അതുകൊണ്ട് അവന് കിങ് ആയപ്പോൾ അവന് പവറില്ല. അപ്പോൾ അവൻ വിചാരിച്ചു അപ്പോൾ അവർ വിചാരിച്ചു ഇവരുടെ കാർപ്പൻറ്റേഴ്സ്, വുഡ് കട്ടേഴ്സ്, അങ്ങനത്തെ ഉള്ള എല്ലാ മരവും കട്ട് ചെയ്യുന്ന ആൾക്കാരെയും അപ്പത്തെ ഡെസേർട്ടഡ് ഐലൻഡിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടുത്തെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് ഒരു റോഡ്, വീട്, പിന്നെ മാർക്കറ്റ്സ്, പിന്നെ ആൾക്കാർ താമസിക്കാനുള്ള ഹട്ട് സ്ലംസ് അങ്ങനെ ഉണ്ടാക്കാൻ. അപ്പം അവൻ ഉണ്ടാക്കി. അപ്പം അത് ഇത്തിരി വർഷം കഴിഞ്ഞപ്പോൾ അത് ഫുള്ള് നിർമ്മിച്ച് അതൊരു കുഞ്ഞു സിറ്റിയായി കണ്ടിരുന്നു. അപ്പം അവൻ പറഞ്ഞു പിന്നെ ഒരു റൂളും കൂടെ ഉണ്ട്. നമ്മളിപ്പം പുറത്തുനിന്ന് ആൾ കിങ് ആക്കുന്നതെല്ലാം കൊള്ളാം, പക്ഷെ അതൊരു പൊട്ടനായ കിങ്ങായ അത് ഇവരുടെ കൺട്രീനെ ബാധിക്കൂലേ. അപ്പം നമ്മൾ തന്നെ വോട്ട് ചെയ്തിട്ട് ഒരു ബുദ്ധിമാനായും കിങ്ങിന് കഴിവുള്ള ആൾക്കാരെയും നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ തന്നെ അവരെ കിങ് ആക്കാം. അപ്പം നമുക്കും നല്ലതായിരിക്കും. അപ്പം അവൻ ഇതെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ട് ഫുൾ സെറ്റാക്കിയിട്ട് ഒരു പുതിയ കിങ് വന്നു. അപ്പോൾ അവൻ സന്തോഷത്തോടെ അവൻ്റെ ബാക്കി ജീവിതം ഇവിടെ അവരുണ്ടാക്കിയ കുഞ്ഞു സിറ്റിയിലേക്ക് പോയി.
പോയി ബാക്കി ജീവിതം നയിക്കാൻ. സോ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സോ ഈ ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിൽ കുറേ സ്റ്റോറീസ് ഉണ്ട്. ഞാൻ അതിൽ ഒരു സ്റ്റോറി ആയിരിക്കും നിങ്ങൾക്ക് പറയുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ ഇനിയും കുറേ സ്റ്റോറീസ് പറയും. സോ ഇതിൽ നിങ്ങൾക്ക് ഇനി വായിക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പേര് സുധാമൂർത്തി ദ മാജിക് ഡ്രം ആൻഡ് അതർ ഫേവറേറ്റ് സ്റ്റോറീസ്. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാമല്ലോ. ബൈ.